നമ്മൾ പറഞ്ഞു അല്ലെ, 2 types of deductions, സ്റ്റാൻഡേർഡ് ആൻഡ് ഐറ്റമൈസ്ഡ്. ഐറ്റമൈസ്ഡ് എന്ന് പറയും, സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ എമൗണ്ട് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. ഓരോ വർഷം ഓരോ കാറ്റഗറി. ഇപ്പൊ സിംഗിൾ ആണെങ്കിൽ 60K എബോവ്, 60 വയസ്സിന് താഴെ. അതുപോലെ മാരീഡ് ജോയിൻലി ആണെങ്കിൽ 60 വയസ്സിന് എബോവ്, 60 വയസ്സിന് താഴെ. അങ്ങനെ ഒരു എമൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എല്ലാ വർഷം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കുറയ്ക്കാൻ വേണ്ടി. ഐറ്റമൈസ്ഡ് നമ്മൾ പഠിച്ചു, ഇസിന്റെ പല ഫോമിലാണ് വരിക ഐറ്റമൈസ്ഡ്. ഓക്കെ, ഡിഡക്ഷൻസ് ഇൻ ഡിഫറെന്റ് ഫോംസ് ആണ് വരിക, അല്ലാതെ ഇതുപോലെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് അല്ല. സോ ബിഗിനിങ് ഇൻ 2018, certain miscellaneous deductions have been suspended. Two categories of miscellaneous expenses that have been suspended are miscellaneous itemized deductions subject to the 2% AGI floor and those expenses that are traditionally non-deductible under the Internal Revenue Code ആണ്. ഓക്കെ, സസ്പെൻഡഡ് മിസ്ലാനിയസ് ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻസ് ഇൻക്ലൂഡ്, അതായത് ഈ AGI മീൻസ് അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം ആണ്. AGI എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം. അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിന്റെ 2% ഓഫ് എമൗണ്ട് വരുന്ന എല്ലാം ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം ഉണ്ട്. സോ അതിന്റെ കൂട്ടത്തില് അതിന്റെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിന്റെ 2% വരുന്ന എല്ലാ എക്സ്പെൻസസും ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻസിന്റെ കീഴിൽ വരും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൺറിംബേഴ്സ്ഡ് എംപ്ലോയി എക്സ്പെൻസസ്, അപ്രൈസൽ ഫീസ്, ഇൻവെസ്റ്റ്മെന്റ് ഫീസ് ആൻഡ് എക്സ്പെൻസസ്, കാഷ്വാലിറ്റി ആൻഡ് തെഫ്റ്റ് ലോസസ്, ഡിപ്രിസിയേഷൻ ഓൺ ഹോം കമ്പ്യൂട്ടർ, ഫീസ് ടു കളക്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ്, ഹോബി എക്സ്പെൻസസ്. ഹോബി എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഹോബി ഉണ്ട്, ഇപ്പൊ ഡാൻസ് ഒരു ഹോബിയാണ്, അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന പൈസ. അതുപോലെ നമുക്ക് ഫോട്ടോഗ്രാഫി ഒരു ഹോബിയാണ്, അതിന്റെ ക്യാമറ വാങ്ങാനും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നതിനുള്ള എക്സ്പെൻസസ്. ഓക്കെ, അതാണ് ഹോബി എക്സ്പെൻസ്. നമ്മുടെ ഹോബിയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻസസ്. ഇൻഡയറക്ട് ഡിഡക്ഷൻസ് ഓഫ് പാസ് ത്രൂ എൻറ്റിറ്റീസ്, ലീഗൽ എക്സ്പെൻസസ്. സോ ഇതെല്ലാം അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിന്റെ 2% വരുന്ന എക്സ്പെൻസസ് ആണ്. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ സസ്പെൻഡഡ് മിസലാനിയസ് ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻസ് എന്ന് വിളിക്കുന്നത്, ഈ പർട്ടിക്കുലർ ഡിഡക്ഷൻസിന് അല്ലെങ്കിൽ എക്സ്പെൻസസിന്. ക്ലിയർ ആയോ? അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം, അതായത് AGIയുടെ 2% വരുന്ന ഡിഡക്ഷൻസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. സോ ഈ എക്സ്പെൻസസിനെ വിളിക്കുന്ന പേരാണ് സസ്പെൻഡഡ് മിസലാനിയസ് ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻസ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ വരുന്ന എമൗണ്ട് അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിന്റെ 2% ആണ്. ഇപ്പൊ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് $8,000 ആണെങ്കിൽ into 2/100. ഗോട്ട്? ക്ലിയർ? ഓക്കെ. Items that are not subject to 2% of AGI limit are still deductible as miscellaneous itemized deductions. These items are reported on Schedule A and include items such as, so ഇവിടെ പഠിച്ചത് AGIയുടെ 2% വരുന്ന എക്സ്പെൻസസ് ആണ്. സോ ദേ ആർ നോൺ ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, ദേ ആർ നോൺ ഡിഡക്റ്റബിൾ. ഈ എക്സ്പെൻസസ് ഒന്നും ഡിഡക്റ്റ് ചെയ്യില്ല, കാരണം ഇത് ഓൾറെഡി AGIയുടെ 2% കട്ടായി പോകുന്നത് കൊണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായോ? ഈ എക്സ്പെൻസസ് അൺറീംബേഴ്സ്ഡ് എംപ്ലോയി എക്സ്പെൻസസ്, അപ്രൈസൽ ഫീസ്, ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ വരുന്ന ഫീസ് എക്സ്പെൻസും, ഹോബി എക്സ്പെൻസ്, കാഷ്വാലിറ്റി, ഡിപ്രിസിയേഷൻ, ലീഗൽ എക്സ്പെൻസ്. സോ ഇതൊക്കെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിന്റെ 2% വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യില്ല. ഓൾറെഡി 2% പോകുന്നത് കൊണ്ട് വീണ്ടും നമ്മൾ ഡിഡക്റ്റ് ചെയ്യില്ല. അതിന് നമ്മൾ നോൺ ഡിഡക്റ്റബിൾ ആണ്. ഇനി അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിന്റെ 2% വരാത്ത എക്സ്പെൻസസ് ഉണ്ട്. സോ ദേ ആർ ഡിഡക്റ്റബിൾ. അത് ഡിഡക്റ്റബിൾ ആണ്. ഇനി അത് ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, അമോർട്ടൈസബിൾ പ്രീമിയം ഓൺ ടാക്സബിൾ ബോണ്ട്സ്. ഈ ബോണ്ട് ഒക്കെ ഇല്ല, ബോണ്ട്സ്, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, അതിന്മേലുള്ള അമോർട്ടൈസബിൾ പ്രീമിയം. ഫെഡറൽ എസ്റ്റേറ്റ് ടാക്സ് ഓൺ ഇൻകം ഇൻ റെസ്പെക്ട് ഓഫ് എ ഡിസെൻഡന്റ്. അൺലോഫുൾ ഡിസ്ക്രിമിനേഷൻ ക്ലെയിം. ഗാംബ്ലിംഗ് ലോസസ് അപ് ടു ദ എമൗണ്ട് ഓഫ് ഗാംബ്ലിംഗ് വിന്നിങ്സ്. ചീട്ടുകളി, അങ്ങനത്തെ ഗാംബ്ലിംഗ് കളികളൊക്കെ ഇല്ലേ, സോ അതിലുണ്ടാവുന്ന നഷ്ടങ്ങൾ. ഇതിന്മേലെല്ലാം എന്തുണ്ട്? ഇതൊക്കെ ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻസിന് എക്സാമ്പിൾ ആണ്, ഡിഡക്റ്റബിൾ ആണ്. സോ ദോസ് എക്സ്പെൻസസ് ആർ ഡിഡക്റ്റബിൾ, കാരണം അവർ AGIയുടെ 2% വരുന്നതല്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ എക്സ്പെൻസസ് ഒക്കെ AGIയുടെ 2% വരുന്നതായത് കൊണ്ട് നമ്മൾ ഇതൊന്നും ഡിഡക്ട് ചെയ്യില്ല. There are 2 types of itemized deductions, deductible and non-deductible. These expenses are non-deductible കാരണം എന്തുകൊണ്ടാണ്? അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിന്റെ 2% വരുന്നത് കൊണ്ടാണ് ഈ എക്സ്പെൻസസ്
ഡിഡക്റ്റബിൾ അല്ലാത്തത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ഇവർക്ക് അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിന്റെ 2% ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇവരെ നമ്മൾ എന്ത് ചെയ്യും, ഡിഡക്ട് ചെയ്യും. എന്നിട്ട് എവിടെ കാണിക്കണം? 1040 ഫോം 1040 സ്കെഡ്യൂൾ എ. ഫോം 1040 മാത്രമല്ല 1040 SR ആരുടെയായിരുന്നു? സീനിയർ സിറ്റിസൺ. സോ ഈ ബോത്ത് ഫോംസിൽ സ്കെഡ്യൂൾ എയില് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് കാണിക്കണം. ഓക്കെ, ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻസിലെ രണ്ടെണ്ണം മനസ്സിലായോ? ഡിഡക്റ്റബിളും നോൺ ഡിഡക്റ്റബിളും. 2% AGA വരുന്നതും AGA വരാത്തതും. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ അത്? ഓക്കെ, സോ ഹിയർ which of the following expenses are deductible on Form 1040 Schedule A itemized deductions? Investment fees and expenses, hobby expenses, amortizable premium on taxable bonds, trustees administrative fees for IRA. So നമ്മൾ നേരത്തെ പഠിച്ചു ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻസ്, ഡിഡക്റ്റബിൾ, നോൺ ഡിഡക്റ്റബിൾ ഉണ്ടെന്ന്. അതിൽ ഡിഡക്റ്റബിൾ ഈ തന്നേക്കുന്നതിൽ ഏതൊക്കെയാ ഡിഡക്റ്റബിൾ? ഏതാണ് ഡിഡക്റ്റബിൾ? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? വിച്ച് ഓപ്ഷൻ? വിച്ച് ഓപ്ഷൻ ഈസ് ഡിഡക്റ്റബിൾ? വേറെ ആൻസർ ഉണ്ടോ? ഓക്കെ, ഒരാൾ പറഞ്ഞു 3. ഓക്കെ, 3 ഈസ് കറക്റ്റ്. വെരി ഗുഡ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഡിഡക്റ്റബിളിന്റെ കീഴിൽ വരുന്നത് അമോർട്ടൈസബിൾ പ്രീമിയം ഓൺ ടാക്സബിൾ ബോണ്ട്സ്. എന്തുകൊണ്ടാണ്? ദേ ഹാവ് നോ എനി കണക്ഷൻ വിത്ത് AGI, അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം അല്ലെ. അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിന്റെ 2% ഇവിടെ കട്ടായി പോകുന്നില്ല. അതുകൊണ്ടാണ് ഡിഡക്റ്റബിൾ ആയിട്ട് പറയുന്നത്. ബാക്കി വരുന്ന ഈ ട്രസ്റ്റീസും ഹോബി എക്സ്പെൻസും ഇൻവെസ്റ്റ്മെന്റ് ഫീസ് ഒക്കെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിന്റെ 2% ആണ്. അതുകൊണ്ട് തന്നെ അവർ നോൺ ഡിഡക്റ്റബിൾ ആണ്. ക്ലിയർ? ഐറ്റമൈസ് ഡിഡക്ഷനിലെ ഈ 2 പാർട്ട് ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്നതൊക്കെ? നെക്സ്റ്റ്, മെഡിക്കെയർ ടാക്സ്. ഓക്കെ, as provided in the instruction for Form 8959, all wages that are currently subject to Medicare tax are subject to additional Medicare tax to the extent they exceed the threshold amount for the taxpayer's filing status. Okay. Thus, Medicare wages and self-employment income are combined to determine if a taxpayer's income exceeds the threshold amount. Retirement income is not considered Medicare wages. Okay. So, Medicare tax calculate ചെയ്യുന്നത് എങ്ങനെയാ? Medicare wages plus Medicare tax amount. ഇപ്പോ ഒരാൾക്ക് 2 lakh ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ത്രഷോൾഡ് എമൗണ്ട്. അയാളുടെ സിൻസ് പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ പറയാം. സിൻസ് ജെയിംസിന്റെ മെഡിക്കെയർ വേജസ് എന്ന് പറയുന്നത് 1,80,000 ആണ്. ഓക്കെ, ആർ ബിലോ ദി ത്രഷോൾഡ് എമൗണ്ട് ഓഫ് 2 lakh ഫോർ എ സിംഗിൾ ടാക്സ് പേയർ നോട്ട് സബ്ജക്ട് ടു ദിസ് ടാക്സ്. ദാറ്റ് മീൻസ് 2 lakh ആണ് ഒരു ത്രഷോൾഡ് എമൗണ്ട്. ദാറ്റ് മീൻസ് ഒരു ലിമിറ്റ് വെച്ചേക്കുന്നത്. സോ 2 lakhന് എബവ് പോയി കഴിഞ്ഞാൽ മെഡിക്കെയർ ടാക്സ് വരും, അഡീഷണൽ മെഡിക്കെയർ ടാക്സ് വരും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കെയർ ടാക്സ് പ്ലസ് മെഡിക്കെയർ വേജസ്. ഓക്കെ, മെഡിക്കെയർ ടാക്സ് പ്ലസ് മെഡിക്കെയർ വേജസ് ഈസ് ഈക്വൽ ടു എബവ് 2 lakh ആണെങ്കിൽ അഡീഷണൽ മെഡിക്കെയർ ടാക്സ് വരും. റിട്ടയർമെന്റ് ഇൻകം ഒരിക്കലും നമ്മൾ ഈ മെഡിക്കെയറിന്റെ കൂട്ടത്തിൽ കൂട്ടൂല. ക്ലിയർ ആണോ? മെഡിക്കെയർ ടാക്സിന്റെ കാര്യത്തില് നമ്മുടെ മെഡിക്കെയർ ടാക്സും പ്ലസ് മെഡിക്കെയർ വേജസ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് വേജസ് ഓർ ഇൻകം ആഡ് ചെയ്യുമ്പോൾ 2 ലക്ഷത്തിൽ കൂടുതൽ വരുവാണെങ്കിൽ നമുക്ക് അഡീഷണൽ മെഡിക്കെയർ ടാക്സ് വരും. പക്ഷെ റിട്ടയർമെന്റ് ഇൻകം ഒരിക്കലും ഒരു മെഡിക്കെയർ ടാക്സോ മെഡിക്കെയർ ഇൻകമോ അല്ല. അത് ക്ലിയർ ആയോ മെഡിക്കെയർ ടാക്സിനെ കുറിച്ചുള്ളത്? നമ്മൾ W2 കണ്ടു അല്ലെ, W2 ഫോം ഇന്നലെ പഠിപ്പിച്ചപ്പോ കണ്ടു. അതിനകത്ത് മെഡിക്കെയർ ടാക്സ് കാണിക്കുന്നത് അല്ലെ, മെഡിക്കെയർ ടാക്സ് വിത്ത് ഹോൾഡ് പഠിച്ചു ഓർക്കുന്നുണ്ടോ ഇന്നലെ? മെഡിക്കെയർ വേജസ്, മെഡിക്കെയർ ടാക്സ് സെപ്പറേറ്റ് കോളത്തില് എന്നാലും നമ്മൾ W2 ഫോം കണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മുടെ മെഡിക്കെയർ ടാക്സ് പ്ലസ് മെഡിക്കെയർ വേജസ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് വേജസ് ഓർ സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻകം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ലക്ഷത്തിൽ കൂടുതൽ വന്നാൽ എന്ത് കിട്ടും? അഡീഷണൽ മെഡിക്കെയർ ടാക്സിന് എലിജിബിൾ ആണ്. പക്ഷെ നമുക്കിപ്പോ ഒരു റിട്ടയർമെന്റ് ഇൻകം ആണ്, സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻകത്തിന് പകരം റിട്ടയർമെന്റ് ഇൻകം ആണെങ്കിലോ എലിജിബിൾ അല്ല. റിട്ടയർമെന്റ് ഇൻകം വന്നാൽ നമ്മൾ മെഡിക്കെയറിന്റെ കൂട്ടത്തിൽ കൂട്ടൂല. മെഡിക്കെയർ ടാക്സ്, മെഡിക്കെയർ വേജസ്, സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻകം, ഇത് മൂന്നുമാണ് വരുന്നത്. ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ
2 ലക്ഷത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അഡീഷണൽ മെഡിക്കെയർ ടാക്സ് കൊടുക്കേണ്ടി വരും. റിട്ടയർമെന്റ് ഇൻകം ഇതിൽ കൂട്ടില്ല. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. ജെയിംസ് ഹാസ് 1,80,000 in self-employment income, 1 lakh in retirement income. His employer does not withhold additional Medicare tax. What amount is subject to the additional Medicare tax for James on his 2023 tax return? ഓക്കെ, പുള്ളിക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻകം ഉണ്ട്, റിട്ടയർമെന്റ് ഇൻകം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ മെഡിക്കെയർ ടാക്സ് എത്ര കൊടുക്കണം എന്ന് പറഞ്ഞേ. ഏതാണ് കറക്റ്റ് ആൻസർ? ക്ലിയർ ആയെന്ന് ഞാൻ നോക്കട്ടെ. 0. എന്തുകൊണ്ടാണ് 0 വന്നത്? 0 വരാനുള്ള കാരണം ചിലപ്പോ ഈ 1,80,000 1 lakh കാണുമ്പോ പെട്ടെന്നൊരു ധൃതിയില് ഓക്കെ 1,80,000 പ്ലസ് 1 lakh ഓക്കെ 2,80,000 അപ്പോ 2 lakh എക്സിഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഓൾറെഡി അഡീഷണൽ മെഡിക്കൽ ടാക്സ് കിട്ടുമല്ലോ. ആ ഒരു ഓർമ്മയിൽ ചെയ്യരുത്, ശ്രദ്ധിച്ച് വായിക്കണം. കണ്ടോ, സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻകം 1,80,000, റിട്ടയർമെന്റ് ഇൻകം ആണ് 1 lakh. നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചു അല്ലെ, റിട്ടയർമെന്റ് ഇൻകം ഇസ് നോട്ട് കൺസിഡേർഡ് മെഡിക്കെയർ വേജസ്. മെഡിക്കെയർ വേജസ് ആയിട്ട് റിട്ടയർമെന്റ് ഇൻകം ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. ഏതൊക്കെയാ കൺസിഡർ ചെയ്യുള്ളൂ? മെഡിക്കെയർ ടാക്സ്, മെഡിക്കെയർ വേജസ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻകം. ഇത് മൂന്നും കൺസിഡർ ചെയ്യുള്ളൂ. ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ഇതിലൊന്ന് വരുമ്പോൾ അത് 2 ലക്ഷത്തിൽ കൂടിയാൽ മാത്രമേ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ? അഡീഷണൽ മെഡിക്കെയർ ടാക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ദേ ഹാവ് നോ ഇനി അഡീഷണൽ മെഡിക്കെയർ ടാക്സ്. ഇൻ കേസ് ഓഫ് ജെയിംസ് യു ആർ കറക്റ്റ്, 0 ആണ്. കാരണം ജെയിംസിന് സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻകം മാത്രമേ ഉള്ളൂ. സോ 1,80,000 എന്ന് പറയുന്നത് 2 ലക്ഷത്തിലും കുറവാണ്. സോ അതുകൊണ്ട് തന്നെ അഡീഷണൽ മെഡിക്കെയർ ടാക്സ് ഒന്നുമില്ല. 0 ഇസ് റൈറ്റ് ആൻസർ. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡോണ ഹാസ് 1,45,000 ഇൻ സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻകം, അതുപോലെ 1,40,000 ഇൻ വേജസ്. ഹെർ എംപ്ലോയർ ഡസ് നോട്ട് വിത്ത്ഹോൾഡ് അഡീഷണൽ മെഡിക്കെയർ ടാക്സ്. Which of the following statement is correct for Donna? ഏതായിരിക്കും ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഡോണ 1,45,000 സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻകം, അതുപോലെ 1,40,000 വേജസ്. സോ വിച്ച് ഇസ് ദ കറക്റ്റ്? പുള്ളിക്കാരിക്ക് അഡീഷണൽ മെഡിക്കൽ ടാക്സ് കൊടുക്കണമോ വേണ്ടയോ? ഏതായിരിക്കും? 1, 2, 3, 4 ഓപ്ഷൻസിൽ ഏതായിരിക്കും കറക്റ്റ്? ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ്, പറയട്ടെ, ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. She is required to pay additional Medicare tax because her total Medicare wages are greater than 2 lakh. 2 lakh ഇല്ലെന്ന് പറയാൻ കാരണം 2 lakh ഉണ്ട്. നോക്കൂ, സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻകം 1,45,000 പ്ലസ് വേജസ്, മെഡിക്കെയർ വേജസ് ആണത്. റിട്ടയർമെന്റ് ഇൻകം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ റിട്ടയർമെന്റ് ഇൻകം മാത്രമാണ് ഇവിടെ കൂട്ടാത്തത്. വേജസ്, മെഡിക്കെയർ വേജസ്, മെഡിക്കെയർ ടാക്സസ്, സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻകം എല്ലാം ഇവിടെ കൂട്ടും. റിട്ടയർമെന്റ് എന്നൊരു വാക്ക് കണ്ടിട്ടുണ്ടോ? നമ്മളത് കൂട്ടൂല, ബാക്കി കൂട്ടും എമൗണ്ട്സ് എല്ലാം. സോ അങ്ങനെ കൂട്ടുമ്പോൾ ഇറ്റ്സ് മോർ ദാൻ 2 lakh അല്ലെ. 1,45,000 പ്ലസ് 1,40,000 ഇസ് മോർ ദാൻ 2 lakh. സോ ഒബ്വിയസ്ലി അവൾക്ക് അഡീഷണൽ മെഡിക്കെയർ ടാക്സ് കൊടുക്കേണ്ടി വരും. സോ ദ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. സോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ ചുറ്റിച്ച് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഡൗട്ട് ഇല്ലാണ്ട് നമുക്ക് കാണുമ്പോൾ ഓക്കെ അപ്പൊ ഇന്നത് വരും, ഇന്നത് വരില്ല, ഇത് കൂട്ടണ്ട, ഇത് കൂട്ടാം, അങ്ങനെ ചെയ്യാം. പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻ 2 നമ്മൾ 1,45,000 മാത്രമേ നോക്കുള്ളൂ, മറ്റേത് റിട്ടയർമെന്റ് ഇൻകം ആണെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് കളയും. സോ ശ്രദ്ധിക്കുക, റിട്ടയർമെന്റ് ആണോ തന്നേക്കുന്നത്, അത് വേജസ് ആണോ തന്നേക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കാൽക്കുലേഷൻസ് നടത്താൻ. ഓക്കെ, ജൂണിലെ എക്സാം ജൂണിൽ കാണും. എല്ലാ വർഷം ജൂണിലുണ്ട് എക്സാം. സോ ജൂണിൽ കാണും. ഒരു മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പോർട്ടൽ ഓപ്പൺ ആക്കും. സോ നമുക്ക് പോയി രജിസ്റ്റർ ചെയ്ത് ഫീസ് അടിച്ചിട്ട് എക്സാമിന് ഡേറ്റ് എടുക്കാം. ഓക്കെ ഓക്കെ സോ വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്. ബൈ.